ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അവറോൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ബ്ലസ്സൻ എബ്രഹാം. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് കോട്ടയം ജില്ലയിലുള്ള പുതുപ്പള്ളിക്കടുത്ത് ഒരു പ്രോപ്പർട്ടിയാണ് നമ്മളിന്ന് കാണുവാനായിട്ട് പോകുന്നത്. വളരെ മനോഹരമായൊരു പ്രോപ്പർട്ടിയാണ്. അതിനു മുമ്പായിട്ട് ഞാൻ എന്നും പറയുന്ന പോലെ, എപ്പോഴും പറയുന്ന പോലെ, അവറോൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഞെക്കാൻ മറക്കല്ല. അതുപോലെ നിങ്ങൾക്ക് വീടുകൾ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. നമ്മളിതാ നമ്മുടെ പ്രോപ്പർട്ടിയുടെ മുന്നിലായിട്ട് എത്തിയിരിക്കുകയാണ്. വളരെ മനോഹരമായ ഒരു പ്രോപ്പർട്ടിയാണ്. 6 സെൻറ്റിൽ 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളും അറ്റാച്ച്ഡായിട്ടുള്ളൊരു ബിൽഡിംഗ് ആണ്, ഒരു വീടാണ്. നല്ല വൈറ്റ് കളർ പെയിൻറ്റോട് കൂടിയ നല്ല അത്യാവശ്യം നല്ല വീതിയുള്ള റോഡുകളൊക്കെ നൽകി ഒരു വില്ല പ്രോജക്റ്റ് എന്ന നിലയിൽ പണിതിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അതിൻ്റെ എൻഡിങ്ങിലായിട്ട് ലാസ്റ്റ് വന്നിരിക്കുന്ന ഒരു വീടാണ്. ചുറ്റുമതിലൊക്കെ കെട്ടി, എന്നാൽ ഫ്രണ്ടൊക്കെ ഓപ്പണാണ്. യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടോ നമുക്കുണ്ടാവുന്നില്ല. വണ്ടിയൊക്കെ ധാരാളം പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള പാർക്കിംഗ് സൗകര്യങ്ങളും അതുപോലെ തന്നെ നല്ല ഫ്രണ്ട് ഏരിയയൊക്കെ ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ്. 6 സെൻറ്റ് ഉള്ളെങ്കിലും നല്ല രീതിയിൽ തന്നെ നമുക്ക് അതിൻ്റെ ഇരുവശങ്ങളിലും എല്ലാ സ്ഥലങ്ങളെല്ലാം ഉണ്ട്. ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് വെറും 25 മീറ്റർ മാത്രം ദൂരത്തിലാണ്. പുതുപ്പള്ളിയിൽ നിന്ന് കാഞ്ഞിരത്തിമൂട് വന്നിട്ട് കാഞ്ഞിരത്തിമൂടിൽ നിന്ന് പാമ്പാടിക്ക് പോണ വഴിയുണ്ട്, അല്ലെങ്കിൽ മണർകാട് എരുമപ്പെട്ടിക്കൊക്കെ പോണ വഴിയിൽ ഒരു 25 മീറ്റർ മാത്രം ദൂരത്തിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു വീടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ബാക്കിൽ വേസ്റ്റ് ഇടാവേണ്ട ഒരു പൈപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വീടിൻ്റെ ബാക്ക് വശം. ഇതാണ് അടുക്കള വശമായിട്ട് വരുന്നത്. നിലവിൽ വീടിന് ഒരു കോട്ട് പെയിൻറ്റും കൂടെ വരാനുണ്ട്. ടച്ചിങ് പോളിഷിങ് എല്ലാം അവസാനഘട്ട പണിയിലാണ്. ഈ മതിലുകളും കാര്യങ്ങളും എല്ലാം വളരെ ഭംഗിയോടുകൂടെ തന്നെ അവർ ചെയ്തു തരും. ലാൻഡ്സ്കേപ്പിങ്ങും എല്ലാം ഇപ്പോൾ പെൻഡിങ് ഉണ്ട്. അതുമെല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ഹാൻഡ് ഓവറിങ് നടക്കുന്നത്. ഈ വീടിൻ്റെ മുറ്റത്തായിട്ടൊരു അത്തി മരമുണ്ട്. കാഴ്ച നിൽക്കുന്ന ഒരു അത്തിമരമാണ്. 2.5 കിലോമീറ്റർ മാത്രമാണ് പുതുപ്പള്ളി ടൗണിലോട്ടുള്ള ദൂരം. പുതുപ്പള്ളി ടൗണിലോട്ടുള്ള ദൂരം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. ഇതാണ് അത്തിമരം. നല്ല രീതിയിൽ തന്നെ ആ മുറ്റത്തിന് ഒരു അഴകായിട്ട് തന്നെ ആ അത്തിമരം നിലനിൽക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ മുറ്റവും പരിസരങ്ങളും എല്ലാം. ഇതാണ് വീടിൻ്റെ ഫ്രണ്ടിലത്തെ ഒരു സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്. പന 2 സൈഡിലും പനകളൊക്കെ നട്ടു വളർത്തി വളരെ മനോഹരമാക്കിയിട്ടുള്ള ഒരു ഏരിയയാണ്. 4 കിലോമീറ്റർ മാത്രമാണ് മണർകാട് ജംഗ്ഷൻ അല്ലെങ്കിൽ മണ്ണാട് പള്ളിയൊക്കെ പോകുന്നത്. 4 കിലോമീറ്റർ കൂടുതലില്ല. അറിയാമല്ലോ, 8 നോയമ്പ് പെരുന്നാളുകളൊക്കെ വളരെ പ്രശസ്ത ആർജിച്ചാണ്. അവിടെ 8 നോയമ്പ് പെരുന്നാളൊക്കെ നടക്കുന്ന ഒരു പള്ളിയാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ അതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഡോർ എന്ന് പറയുന്നത്. നല്ല തേക്കിൻ്റെ തടിയിൽ തീർത്ത മനോഹരമായ ഒരു നല്ല വീതിയുള്ള ഡോർ തന്നെയാണ്. കയറി വരുമ്പോൾ തന്നെ നല്ല വിശാലമായ ഒരു ലിവിങ് ഏരിയയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 4 പാളികളുടെ ജനാലയാണ് ആ ഡോറിനോട് ചേർന്ന് തന്നെ കൊടുത്തേക്കുന്നത്. ധാരാളം വെളിച്ചം നമുക്ക് ലിവിങ് ഏരിയ ലഭിക്കുന്നുണ്ട്. 8 കിലോമീറ്റർ മാത്രമാണ് കോട്ടയം ടൗണിലോട്ടുള്ള ദൂരം. വളരെ അടുത്ത് നിൽക്കുന്ന, കോട്ടയം ടൗണുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടി തന്നെയാണ്. ആ ഒരു ലിവിങ് ഏരിയയിൽ നിന്ന് എൽ ഷേപ്പിലാണ് നമുക്ക് ഡൈനിങ് ഏരിയ കാണുവാനായിട്ട് കഴിയുന്നത്. ഡൈനിങ് ഏരിയ നല്ല വിശാലമായി തന്നെ നിലനിൽക്കുന്നു. ലിവിങ് ഏരിയയുടെ ആ നേരെയുള്ള സ്പേസിലാണ് നമുക്ക് സ്റ്റെയർ കേസ് കാണുവാൻ കഴിയുന്നത്. അതിനോട് ചേർന്ന് തന്നെ, ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെ വാഷ് ബേസിൻ, അതോടൊപ്പം തന്നെ കിച്ചണിലോട്ടുള്ള ഡോറ് വുഡനിലും അതുപോലെ തന്നെ ഗ്ലാസിലും തീർത്തിരിക്കുന്ന ഡോറാണ്. നമുക്ക് കിച്ചൻ്റെ ഉൾവശത്തേക്ക് കിടക്കാം. നല്ല കബോർഡുകളൊക്കെ നല്ല വുഡൻ ഫിനിഷോട് കൂടി ചെയ്തിരിക്കുന്ന കബോർഡുകളും അതുപോലെ ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുന്ന ആ ഒരു കബോർഡിന് മുകളിൽ കൊടുത്തിരിക്കുന്ന പാതകങ്ങളുമാണ്. നമ്മുടെ വെള്ളത്തിൻ്റെ ലഭ്യത എന്ന് പറയുന്നത് കോമൺ കിണറാണ്. പ്യൂരിഫയറൊക്കെ വെച്ചിട്ടുണ്ട്. യാതൊരു രീതിയിലുള്ള വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ നമുക്ക് ഉണ്ടാവുന്നില്ല. രണ്ടാമത്തെ കിച്ചൺ കാണാം. വർക്ക് ഏരിയ കം കിച്ചനാണ്. ഇവിടെ നമുക്ക് നല്ല വിശാലമായി തന്നെ ഒരു റൂം പോലെ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. സ്റ്റോറേജ് പ്ലേസുകളെല്ലാം ധാരാളം ലഭിക്കുന്ന ഒരു കിച്ചനും അതിനോട് ചേർന്നുള്ള വർക്ക് ഏരിയയുമാണ്. ഇപ്പം നിങ്ങൾക്ക് ഒരു അടുക്കളയുടെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇതാ നമുക്ക് ഇനി വീടിൻ്റെ റൂമുകളിലേക്ക് പോകാം. നമുക്ക് ആ ലിവിങ് ഏരിയ കഴിഞ്ഞിട്ടുള്ള ആ പോർഷനിൽ നിന്ന് ഡൈനിങ്ങിനോട് നേരെ തന്നെ കിടക്കുന്നതാണ് 2 ബെഡ്റൂം. ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം എന്ന് പറയുന്നത്. ഇരുവശത്തായിട്ട് 3 പാളികളുടെ
2 ജനാലകൾ കൊടുത്തേക്കുന്നതുകൊണ്ട് ധാരാളം വെളിച്ചം നമുക്ക് പകൽ സമയത്ത് ലൈറ്റൊന്നും ഇടാതെ തന്നെ റൂമുകളിലേക്ക് ലഭിക്കുന്നുണ്ട്. അതിനോട് ചേർന്ന് തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. നല്ല വിശാലമായ നല്ല വലിപ്പമുള്ള ബാത്റൂമാണ്. നിങ്ങൾക്ക് ഗ്ലാസ് പാർട്ടീഷനൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ രീതിയിലുള്ള 2 തട്ടായിട്ട് തന്നെ അതിൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമായി തന്നെ ആ ഒരു ബാത്റൂം ടൈലുകളും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല ഗുണനിലവാരമുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചാണ് വീടിൻ്റെ പണികളും കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. വുഡൻ ഡോറുകളാണ് കൂടുതലായിട്ടും നൽകിയിരിക്കുന്നത്. നമുക്ക് സ്റ്റെയർ കേസിനോട് ചേർന്നുള്ള 2ാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. സ്റ്റെയർ കേസിൻ്റെ അടിവശത്ത് സ്റ്റോറേജ് പ്ലേസും കാര്യങ്ങളൊക്കെ കൊടുക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ 2ാമത്തെ ബെഡ്റൂം. 2ാമത്തെ ബെഡ്റൂമിനും ഒരു വശത്ത് 3 പാളിയുടെയും മറുവശത്ത് 2 പാളിയുടെയും ജനലാണ്. അപ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലാക്കാം മറ്റേ റൂമിനേക്കാളും ശകലം വലിപ്പം കുറവാണ് 2ാമത്തെ ബെഡ്റൂമിന്. എന്നാലും അറ്റാച്ച്ഡ് ബാത്റൂമും എല്ലാം നൽകിയിട്ടുണ്ട്. ബാത്റൂം നമുക്കൊന്ന് കയറി കാണാം. നല്ല വുഡൻ ഫിനിഷോട് കൂടിയ ഒരു ബാത്റൂം ഡോറാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ നല്ല 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 വ്യത്യസ്തമായ ടൈലുകൾ ഉപയോഗിച്ച് തന്നെ ആ ബാത്റൂമിൻ്റെ വർക്കുകളും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഷവർ, ഹീറ്ററിനുള്ളത്, ചൂടുവെള്ളത്തിനുള്ളത്, അതുപോലെ തന്നെ വാഷ് ബേസിനുള്ള ഏരിയ, അതിൻ്റെ താഴെ ഒരു കമോഡ്, എല്ലാ സ്റ്റോറേജ് പ്ലേസൊക്കെ അത്യാവശ്യം ബാത്റൂമിന് നൽകിയിട്ടുണ്ട്. അപ്പോൾ താഴത്തെ 2 ബെഡ്റൂം നമ്മൾ കണ്ടു കഴിഞ്ഞു. 2 ബെഡ്റൂമിൻ്റെ വലിപ്പം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നമുക്കിനി സ്റ്റെയർ കേസ് കടന്ന് മുകളിലേക്ക് പോകാം. വുഡ് ഫിനിഷോട് കൂടിയ അല്ലെങ്കിൽ ഗ്ലാസും കൂടിയ ഒരു സ്റ്റെയർ കേസാണ് ആ വീടിന് നൽകിയിരിക്കുന്നത്. അതിൻ്റെ സ്റ്റെയർ കേസ് നൽകിയിരിക്കുന്നത് അത്യാവശ്യം നല്ല വീതിയുള്ള സ്റ്റെപ്പുകൾ തന്നെ അതിന് കൊടുത്തിട്ടുണ്ട്. അവിടെയും വ്യത്യസ്തമായ ടൈലുകളും അതുപോലെ തന്നെ സ്റ്റെപ്പുകളും എല്ലാം നൽകി വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. സ്റ്റെപ്പിന് കൊടുക്കേണ്ട ടൈലുകൾ തന്നെയാണ് സ്റ്റെപ്പിന് കൊടുത്തിരിക്കുന്നത്. സ്ലിപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാതെ കയറി വരുമ്പോൾ ഇടതുവശത്തായിട്ടാണ് നമുക്ക് ഒരു ഓപ്പൺ ഏരിയ കാണുവാനായിട്ട് കഴിയും. അവിടെ നമുക്ക് ലാസ്റ്റ് പോകാം. കൂടാതെ 2 വശത്തായിട്ട് ഓപ്പൺ ഏരിയ കൊടുത്തിട്ടുണ്ട്. ബാക്ക് വശത്തുള്ള ഫ്രണ്ട് വശത്ത് 2 ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത്. 2 ബെഡ്റൂമിനും ഇവിടെ താഴത്തെ പോലെ തന്നെ ഒരു വശത്ത് 2 പാളിയുടെ ജനലും മറുവശത്ത് 3 പാളിയുടെ ജനലും. എങ്കിലും ആ റൂമിന് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഇവിടെ വുഡൻ ഫിനിഷോട് കൂടിയ ഡോറുകൾ, അതുപോലെ തന്നെ ബാത്റൂമുകളൊക്കെ വ്യത്യസ്തമായ ടൈലുകൾ ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ആ ഒരു പാർട്ടീഷൻ കൊടുക്കാനുള്ള വലിപ്പം ബാത്റൂമിനുണ്ട്. ഇവിടെ നമുക്ക് ഈ ഒരു ബെഡ്റൂമിന് ബാൽക്കണി, 2 ബെഡ്റൂമിനും ബാൽക്കണിയുണ്ട്. ഇത് ഫ്രണ്ട് ബാൽക്കണിയാണ്. 2 വശത്തും നമുക്ക് ഫ്രണ്ടിലായിട്ട് ബാൽക്കണി ലഭിക്കുന്നുണ്ട്. വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് ഈ ഒരു വർക്ക് അവിടെ ചെയ്തേക്കുന്നത്. കണ്ടുള്ള മറുവശത്തെ ബാൽക്കണി അവിടെ നിന്ന് നോക്കി കാണുവാൻ കഴിയും. നമ്മുടെ അത്തിമരം നമുക്ക് നമ്മുടെ ആ ഒരു മുകളിലത്തെ നിലയിൽ നോക്കിയാൽ നമ്മുടെ വണ്ടിയൊക്കെ താഴെ പാർക്ക് ചെയ്ത് നിൽക്കുന്നതും എല്ലാം കാണുവാനായിട്ട് കഴിയും. മുമ്പിലത്തെ വഴി എന്ന് പറയുന്നത് പ്രൈവറ്റ് റോഡാണ്. അതും 2 വണ്ടി ഈസിയായിട്ട് കടന്നു പോകുന്ന രീതിയിലുള്ള വീതികളൊക്കെ ഉണ്ട്. ഇതാണ് നമുക്ക് മുകളിലത്തെ ലിവിങ് ഏരിയ വരുന്നത്. ഇവിടെ ജനാല കൊടുത്തേക്കുന്നുണ്ട്. അതുകൂടാതെ സ്റ്റെയർ കേസ് കയറി വരുന്നിടത്തും ജനാലയുണ്ട്. ധാരാളം വെളിച്ചം നമുക്ക് പകൽ സമയത്ത് നമ്മുടെ ആ ഒരു ഏരിയയിൽ ലഭിക്കുന്നുണ്ട്. 4ാമത്തെ ബെഡ്റൂമിലേക്ക് കിടക്കാം. ഇവിടെയും 2 പാളിയുടെ ജനൽ ഒരു വശത്ത്, മറുവശത്ത് 3 പാളിയുടെ ജനലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഇവിടെ മറ്റ് ബാത്റൂമിലെ പോലെ വ്യത്യസ്തമായ ടൈലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെയും ഗ്ലാസ്സൊക്കെ പാർട്ടീഷൻ കൊടുക്കുവാനായിട്ട് 2 തട്ടായിട്ടാണ് അവിടെയും കൊടുത്തേക്കുന്നത്. നമുക്കിവിടെ ഡോർ വെച്ചുകൊണ്ടായിരിക്കും ഇവിടെ ഒരു 3 പാളിയുടെ ജനൽ കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഫ്രണ്ട് വശം ആയതുകൊണ്ട് നമുക്ക് അതിൻ്റേതായിട്ടുള്ള ആ ഒരു കാറ്റഗറി സൂക്ഷിക്കേണ്ടതാണെന്ന് തോന്നുന്നു. ഇവിടെ നമുക്ക് ആ ബാൽക്കണി ആ റൂമിന് വരുന്നുണ്ട്. അപ്പം മുകൾ വശത്തെ 2 ബെഡ്റൂമും എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. കാരണം ബാൽക്കണി ഉള്ളതുകൊണ്ട് നമുക്കൊരു നൈറ്റൊക്കെ ആണെങ്കിലും ഇടയ്ക്ക് നിന്ന് വെള്ളമൊക്കെ ആണെങ്കിൽ നിൽക്കാനൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഒരു അനക്കം കേട്ടാൽ നമുക്ക് താഴെ ഡോറൊന്നും തുറക്കാതെ തന്നെ മുകളിൽ നിന്ന് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആ ബെഡ്റൂം 2 കണ്ട് കാണുന്നത് വളരെ മനോഹരമായ 2 ബെഡ്റൂമുകളാണ്. ലിവിങ് ഏരിയയുടെ വലിപ്പം നമുക്ക് മുകളിലത്തെ നിലയിൽ അത്യാവശ്യം ഒരു പാർട്ടി ഹാൾ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ആ മുകളിലത്തെ നിലയിലുണ്ട്. നമുക്ക് ആദ്യത്തെ ആ ബെഡ്റൂമിൻ്റെ കയറി വരുമ്പോഴത്തെ റൈറ്റ് സൈഡിലെ ആ ഒരു ഓപ്പൺ ഏരിയ നോക്കാം. വേണമെങ്കിൽ ഇവിടെ നമുക്ക് റൂഫിംഗ് ഒക്കെ ചെയ്ത് നമുക്ക് നന്നായി തന്നെ മെയിൻറ്റെയിൻ ചെയ്യാവുന്നൊരു സ്ഥലമാണ്. ക്ലോസിംഗ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ യാതൊരു രീതിയിൽ കാക്കയുടെയോ അല്ലെങ്കിൽ മറ്റ് മൃഗങ്ങളുടെയോ എന്തെങ്കിലും മറ്റ് ജീവികളുടെയൊക്കെ ശല്യങ്ങളൊന്നും ഉണ്ടാകാതെ നിൽക്കാവുന്ന ഒരു ഏരിയയാണ്. ഇതാണ് മുകളിലോട്ടുള്ള സ്റ്റെയർ കേസ്. അതിൻ്റെ തൊട്ട് താഴെ തന്നെ വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള ഓപ്ഷനും അതിൻ്റെ ഡ്രെയിനേജും എല്ലാം നൽകിയിട്ടുണ്ട്. നമുക്കിനി അതിനോട് ചേർന്ന് തന്നെ സ്റ്റെയർ കേസ് കയറി വരുമ്പോഴത്തെ ആ ഓപ്പണിംഗ് കൂടെ കാണാം.
കയറി വരുമ്പം ലെഫ്റ്റ് സൈഡിലാണ് ഈ ഒരു ഓപ്പണിങ്. ഇവിടെയും നല്ല രീതിയിൽ വലിപ്പമുള്ള ഒരു ഓപ്പണിങ് കൂടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ വീടിൻ്റെ ബാക്ക് വശവും എല്ലാം നിങ്ങൾ കണ്ടു കാണുമെന്ന് കരുതുന്നു. വീടിൻ്റെ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ലഭിച്ചു കാണുമെന്ന് കരുതുന്നു. വാട്ടർ ടാങ്കൊക്കെ വീടിൻ്റെ മുകളിലായിട്ടുണ്ട്. നല്ല പവറിലാണ് വെള്ളമൊക്കെ വരുന്നത്. സെക്കൻഡ് ഫ്ലോറിലായതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് വെള്ളത്തിൻ്റെ പവർ നമുക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് സ്റ്റെയർ കേസ് കടന്ന് താഴേക്ക് പോകാം. അതിന് മുമ്പായിട്ട് ഒരിക്കൽ കൂടി പറയുന്നു, ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ല്, കമൻറ്റ് ചെയ്യാനും മറക്കല്ല്. നിങ്ങൾക്ക് ഇതിൻ്റെ വില വിവരങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്യാപ്ഷനിലും അതുപോലെ തന്നെ ഇതിൻ്റെ തമ്പിലും കൊടുത്തിട്ടുണ്ടാവും. കൂടാതെ മറ്റ് വിവരങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി പറയട്ടെ, നമ്മുടെ അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഈ ഒരു ഏരിയയിൽ തൊട്ട് 500-600 മീറ്റർ, 500 മീറ്റർ തന്നെ ഇല്ല, ഓർത്തഡോക്സ് പള്ളി, അതുപോലെ തന്നെ കാത്തലിക്സിൻ്റെ RC പള്ളി, ചങ്ങനാശ്ശേരി രൂപതയുടെ, അതുപോലെ യാക്കോബ പള്ളി, മറ്റ് ദേവാലയങ്ങളെല്ലാം തന്നെ ബ്രദറൻ ചർച്ച് ഒക്കെ ഈ ഒരു പ്രോപ്പർട്ടിയുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നു. അതുപോലെ വെണ്ണിമല അമ്പലം തൊട്ടടുത്തായിട്ട് തന്നെ സ്ഥിതി ചെയ്യുന്നു. അങ്ങനെ ഇതര സഭകളുടെ എല്ലാം ആരാധനാലയങ്ങളും അമ്പലങ്ങളും എല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയയാണ്. കാരണം ബസ്സൊക്കെ ധാരാളം പോകുന്ന ഒരു റൂട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടിയെ പറ്റി കൂടുതൽ അറിയാൻ ഇത് കുറച്ച് നമ്പറിൽ ബന്ധപ്പെടാം. ഒരിക്കൽ കൂടി പറയട്ടെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. നിങ്ങൾക്ക് വീടുകൾ വിൽക്കുവാനോ വാങ്ങുവാനോ ഉണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാം. അടുത്തൊരു വീഡിയോയുമായി കാണുമ്പോഴേയും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.